മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റേണ്ടതില്ല എന്നാണോ? അല്ല, എന്താണ് മാറ്റേണ്ടത് നിങ്ങൾ പറ. അതായത് ഇപ്പോൾ ഈ പൊതുവായി ഒരു മൈക്ക് കേടായപ്പോൾ മൈക്ക് കേടായതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണോ മാറ്റേണ്ടത്? അല്ല, അത്തരത്തിൽ പൊതു അത് വേറെ എന്താണ് അതായത് മറ്റ് ഒന്നും പറയാനില്ലാന്ന് വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. ഒരു കാര്യമില്ലാതെ ഒരു ഗൗരവമില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾ പർവ്വതീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് കനുകൂല സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തിഹത്യയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും. നമസ്കാരം. പാർട്ടി സെക്രട്ടറിയുടെ വിശദമായ അഭിമുഖത്തിൽ എവിടെ ആരിൽ നിന്ന് തുടങ്ങും തിരുത്തലെന്ന് വ്യക്തമല്ല. കേന്ദ്ര കമ്മിറ്റി കമ്മ്യൂണിക്കെ പ്രസിദ്ധീകരിച്ച കാരണങ്ങളിൽ പറയുന്ന അടിമുടി ധാർഷ്ട്യം ആരിലൊക്കെയാണ് കണ്ടത് വ്യക്തതയില്ല. തൊട്ടുകാട്ടി ചോദിക്കുന്നതൊന്നും പിഴവല്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വാദം. തിരുത്തുമെന്ന പാർട്ടി സെക്രട്ടറിയുടെ ആവർത്തിച്ചുള്ള വാദങ്ങൾക്കിടെ തിരഞ്ഞെടുപ്പാനന്തരം കേരളം കണ്ടത് SFIയുടെ കർണത്തടിയാണ്. പത്തനംതിട്ടയിൽ മാലയിട്ടാനയിക്കപ്പെട്ട കാപ്പ ഗുണ്ടയാണ്. പാർട്ടിയിലെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് ബന്ധം പറഞ്ഞ് പുറത്തുപോയ മനു തോമസ് ആണ്. ഒടുവിലിത് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞ് കോഴ വാങ്ങിയ യുവ നേതാവ്. രക്ഷാപ്രവർത്തനത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയും തെറ്റേത് എന്ന് പറയാതെ തിരുത്തുമെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയും. തിരുത്തൽ ജനമറിയണ്ടേ? ചർച്ചയിൽ CPMൽ നിന്നും M പ്രകാശനാണ്, കോൺഗ്രസിൽ നിന്നും ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, രാഷ്ട്രീയ നിരീക്ഷകനായി NMPSനും. ആദ്യം ശ്രീ M പ്രകാശൻ, ഇപ്പോൾ പാർട്ടി തിരുത്തുമെന്നുള്ളത് പല തവണയായി പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി R ശ്രീജിത്ത് നൽകിയ വിശദമായ അഭിമുഖം എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷേ പാർട്ടി സെക്രട്ടറി കൃത്യമായി ഓരോ പിഴവുകളായി ഞങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയ പിഴവുകൾ ചോദിക്കുമ്പോൾ അതിലൊന്നും പിഴവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിരുത്തൽ നടത്തുമെന്ന് പറയുമ്പോൾ എവിടെയാണ് തിരുത്തൽ എന്ന് കൂടി വ്യക്തത വരേണ്ടതല്ലേ? അത് പാർട്ടിക്കകത്ത് പാർട്ടി യോഗങ്ങളിൽ മാത്രം ചർച്ച ചെയ്ത് അതിനകത്ത് പരിഹരിക്കേണ്ടതാണോ, ജനം അറിയേണ്ടതാണോ? ഇതിൽ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടി തിരഞ്ഞെടുപ്പിൽ പുറകോട്ടേക്ക് പോകുന്നത്. ഈ കേരളത്തിൽ തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ UDFും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗുമെല്ലാം പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും കാണാത്ത എന്തൊരു സജീവമായ താല്പര്യമാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ അല്പം പുറകോട്ട് പോയപ്പോൾ ഈ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് വേണ്ടി നടത്തുന്നത് എന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ സാമാന്യ മനുഷ്യനും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവിലും അതത് കാലത്തുണ്ടാകുന്ന പോരായ്മകളെ പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് തിരുത്തുന്ന പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി തങ്ങൾക്ക് ഏതെങ്കിലും അവസരത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ട്, നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പോരായ്മയുണ്ട് എന്ന് ഈ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു പാർട്ടിയും പറഞ്ഞതായിട്ട് നമുക്കാർക്കും അറിയില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കുകയും പോരായ്മകൾ എന്താണ് എന്ന് കണ്ടെത്തി തിരുത്തുന്നതിനാവശ്യമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അത് പാർട്ടിക്കകത്തുള്ള ഒരു സംവിധാനമാണ്. തെറ്റുകളെ കണ്ടെത്താനും തിരുത്താനും ആവശ്യമായ നിലക്കുള്ള സെൽഫ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ പോരായ്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അവയെല്ലാം തന്നെ നിങ്ങൾ ഇവിടുന്ന് ചോർന്നെടുത്തി എന്നുള്ളതിലൊക്കെ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ CPMൻ്റെ റിപ്പോർട്ടിങ്, ഞങ്ങളുടെ PB നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന റിപ്പോർട്ടിങ്, സംസ്ഥാന കമ്മിറ്റി യോഗം, ആ യോഗങ്ങളുടെയൊക്കെ തന്നെ പേര് പറഞ്ഞ് നിങ്ങൾ ഇന്ന പോരായ്മകൾ കണ്ടെത്തി എന്ന് പറയാണ്. അങ്ങനെ കണ്ടെത്തി എന്ന് പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തി എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പുറത്തുവിട്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടായി, കേന്ദ്ര കമ്മിറ്റിയുടെ റിവ്യൂ ആയി പുറത്തു വരുന്നത്. ശ്രീ M പ്രകാശൻ, അപ്പോൾ മാധ്യമങ്ങളുടെ കണ്ടെത്തലുകൾ തെറ്റായിരുന്നില്ല. സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി തന്നെ കണ്ടെത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടായി പുറത്തു വരുന്നത് സംസ്ഥാന കമ്മിറ്റി കേരളത്തിൽ നിന്ന് CPMനെ സംബന്ധിച്ച് ഞാൻ പറയാം. CPMനെ സംബന്ധിച്ച് ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ ആദ്യദയനീയമായിട്ട് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടില്ലേ? എപ്പോഴെങ്കിലും താങ്കൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്ക് തുടർഭരണം കിട്ടിയ ശേഷം വന്നിരിക്കുന്ന ഒരു പരാജയമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഗൗരവം നിങ്ങൾ തന്നെ ഉൾക്കൊണ്ടതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ജനങ്ങളിലേക്ക് തുറന്നു വയ്ക്കുന്ന ഒരു കാത് വേണമെന്ന് ഡോക്ടർ
TN തോമസ് ഐസക് പറഞ്ഞത്. MA ബേബി പച്ചക്കുതിരയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഈ സ്ഥിതിവിശേഷം അത് തുടക്കത്തിൽ മുഴുവൻ വായിക്കേണ്ടാത്തതുകൊണ്ടാണ്. ഈ സ്ഥിതിവിശേഷം എങ്ങനെ രൂപപ്പെട്ടു എന്ന അത്യസാധാരണമായ ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളാതെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാവുകയില്ല. സംഘടനാപരമായ കാരണങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബഹുജനങ്ങളുമായി ഇടപെടുമ്പോൾ സംഭവിക്കുന്ന വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇവയൊക്കെ CPIMന്റെ സമ്മേളന രേഖകളിലും സംഘടനാ പ്ലീനങ്ങളുടെ റിപ്പോർട്ടുകളിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ ഇതിലില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല ശ്രീ M പ്രകാശൻ. വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ എവിടെയാണ് തിരുത്തുന്നത്, ആരെയാണ് തിരുത്തുന്നത് എന്ന് ജനങ്ങൾ അറിയണ്ടേ? അത് നിങ്ങൾ അകത്ത് പറഞ്ഞാൽ മതിയോ? താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞത് അകത്ത് പറയുന്നുണ്ട് എന്നാണ്. അല്ല, ഞാനതാണ് ചോദിക്കുന്നത്. CPMനെ തിരുത്താൻ റിപ്പോർട്ടറിന് എന്താ ഇത്ര മഹാ താല്പര്യം? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ചാനലൊന്നും അല്ലല്ലോ. ഞാൻ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, ഒരു ചെറിയ എറുമ്പിൻ്റെ തെറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും കണ്ടാൽ അത് ആനയുടെ തെറ്റാവും. ഇവിടെ എത്ര വലിയ തെറ്റുകൾ കോൺഗ്രസ്സുകാർ കാണിച്ചാലും അത് നിങ്ങൾക്ക് ചർച്ചയല്ല. അതുപോലെ ലീഗുകാരോ BJPക്കാരോ കാണിച്ചാൽ അത് ചർച്ചയല്ല. ഞങ്ങളെ നിങ്ങൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരിക്കലും നിൽക്കുന്ന ആളുകളല്ലല്ലോ നിങ്ങൾ. പിന്നെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന പോരായ്മകളെ പരിശോധിച്ച് കാരണങ്ങൾ കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കുന്നവരാണ്. അതിൻ്റെ മേലെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ? CPM എന്ന് പറഞ്ഞാൽ തെറ്റുകളുടെ കൂമ്പാരമാണ്. അവർ ഈ മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത നിലക്ക് തെറ്റുകൾ മാത്രം ചെയ്യുന്ന പാർട്ടിയാണ്. ഇവർ നശിച്ചാലല്ലാതെ ഈ കേരളം നന്നാകാൻ പോകുന്നില്ല. ഇതല്ലേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് ഉപോത്ബലകമായിട്ടും അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ ചർച്ചകളെല്ലാം സംഘടിപ്പിക്കുന്നത്? ശ്രീ എം പ്രകാശൻ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. മാധ്യമങ്ങൾ ഏറ്റവും അധികം വിമർശിക്കുന്നത് CPMനെയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്. ഭരണപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് തിരുത്തലുകൾ വരുത്താൻ പ്രേരിപ്പിക്കുക, ഇതാണ് മാധ്യമങ്ങളുടെ ചുമതല. പ്രതിപക്ഷം അത് ചെയ്യുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ് ഇവിടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. ഈ കനകോലു സിദ്ധാന്തം എന്നൊക്കെ ഇന്ന് ശ്രീ MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് വിശദീകരിക്കുകയും ചെയ്യാം. ഒരു മിനിറ്റ് ശ്രീ M പ്രകാശൻ. ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പാനന്തരം ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പാനന്തരം നിങ്ങൾ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തുന്നു, നിങ്ങൾ തിരുത്തലുകൾ വരുത്താൻ പോകുന്നു, നന്നായി തോറ്റു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ശേഷം നമ്മൾ തിരുത്തലുകളാണല്ലോ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താണ് നമ്മൾ കാണുന്നത്? നിങ്ങൾ ഈ പറയുന്ന അടിമുടി ധാർഷ്ട്യം എന്നുള്ളത് SFI നേതാക്കളിൽ നിന്ന് കാണുകയാണ്. അവിടെ കൊയിലാണ്ടി ഒരു പ്രിൻസിപ്പലിന്റെ മുഖത്തടിക്കുന്നു. വേറെയും കോളേജുകളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇതിലൊക്കെ അവരുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രി സഭയിൽ പറയുന്ന രക്ഷാപ്രവർത്തനം ന്യായീകരിച്ചുകൊണ്ടുള്ള പിന്നെയും നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PSC അംഗത്വത്തിനു വേണ്ടി ഒരു ഡോക്ടറിൽ നിന്നും 60 ലക്ഷം കോഴ ആവശ്യപ്പെട്ടിരിക്കുന്ന യുവജന നേതാവ്, അത് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ ഇതൊന്നും മിണ്ടരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഒരു ഭാഗം മാത്രം മിണ്ടേണ്ടതല്ല മാധ്യമങ്ങൾ. ഇപ്പം ഈ കഴിഞ്ഞ 2 കൊല്ലക്കാലം ഇവിടെ SFIയുടെ 2 നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. നിങ്ങൾ ഈ കേരളത്തിനകത്ത് വേറെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് 2 നേതാക്കന്മാരെ ബലി കൊടുക്കേണ്ടി വന്നൊരു നിലയുണ്ടായോ? നിങ്ങൾ SFI പ്രിൻസിപ്പലിനെ ചീത്ത പറഞ്ഞ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. SFIയുടെ 2 പ്രധാന പ്രവർത്തകന്മാർ ഈ കഴിഞ്ഞ 2 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കൊല്ലപ്പെട്ടു. നിങ്ങൾ അത് വാർത്തയാക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് അതിനേക്കാൾ ഈ കൊന്നിരിക്കുന്ന KSUവിന്റെ ആളുകളല്ലേ, കോൺഗ്രസിന്റെ കേരളത്തിൽ ആഭ്യന്തരത്തിന് കാലത്ത് മാത്രമാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കാലം ഭരിച്ച പാർട്ടി ഞങ്ങളുടേതല്ല. 35 പേർ മരിച്ചു കേരളത്തിൽ SFIയുടെ പ്രവർത്തകന്മാര്. അത് സത്യമാണ്. ചരിത്രത്തിലേക്ക് പോയാൽ SFIയുടെ വലിയ സമരങ്ങളിലൂടെ ഉണ്ടാക്കിയ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊന്നും നിഷേധിക്കുന്നില്ല ശ്രീ M പ്രകാശൻ. നമ്മളിപ്പോൾ വർത്തമാന കാലമാണല്ലോ ചർച്ച ചെയ്യുന്നത്. വർത്തമാനകാലത്ത് നിങ്ങൾക്ക് പറ്റിയ പിഴവുകൾ നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ അതാർക്കാണ് പറ്റിയത് എന്ന് രഹസ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് എങ്ങനെ ശരിയാകും? സ്മൃതി, ഞാൻ ചോദിക്കുന്ന കാര്യം ഒറ്റയാണ്. ഞങ്ങൾക്ക് മാത്രം എന്താണ് പിഴവ്? ഇവിടെ കലാലയത്തിൽ ആളുകൾ ഈ കഴിഞ്ഞ കൊല്ലമാണല്ലോ ഞങ്ങളുടെ ജില്ലക്കാരനെ ഒരുത്തനെ വെട്ടിക്കൊന്നത്. KSUക്കാർ നല്ലത്, വെട്ടിക്കൊല്ലപ്പെട്ട SFIക്കാർ മോശം. അങ്ങനെയല്ലേ തരാ? ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരാ ഭരിക്കുന്നത്? 35 പേര് കൊല്ലപ്പെടുമ്പോൾ ഞങ്ങളാണ് ഭരിച്ചത്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നിഷ്പക്ഷമായ നിലക്ക് കാര്യങ്ങൾ പറയണം. KSU ഒരു കുറ്റമില്ലാത്ത പ്രസ്ഥാനം, കോൺഗ്രസ് ഒരു കുറ്റമില്ലാത്ത പ്രസ്ഥാനം, BJP ഒരു തെറ്റുമില്ലാത്ത പ്രസ്ഥാനം, ലീഗ് ഒരു തെറ്റുമില്ലാത്ത പ്രസ്ഥാനം. അങ്ങനെയൊന്നും ഇവിടെ ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. ലീഗ് അവിടെ സഹിച്ചു കിടക്കണോ എന്ന് ചോദിച്ചത് EP ആണ്.
ലീഗ് അവിടെ സഹിച്ചു കിടക്കണോ എന്ന് ചോദിച്ചത് EP ജയരാജനാണ്. ലീഗ് കണ്ണിൽ കണ്ടുകൂടാത്ത ഒരു സംഘമായി മാറിയത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ രാഷ്ട്രീയക്കാരെ പറ്റിയൊന്നല്ല പറയുന്നത്, ഞാൻ റിപ്പോർട്ടറെ പറ്റിയാ പറയുന്നത്. റിപ്പോർട്ടറും മനോരമയും മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളെ കുറിച്ചാ ഞാൻ പറയുന്നത്. എന്താ റിപ്പോർട്ടർ ഉൾപ്പെടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി? ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി CPM-ന്റെ ആളുകളെ വേട്ട നടത്തുകയാണ്. അവരുടെ ചെറിയ തെറ്റുകൾ പ്രതികരിച്ച് വൻ തെറ്റുകാർ മാത്രമേ. ഏതാണ് ഇതിൽ ചെറിയ പിഴവ്? ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് തന്നെ പുറത്തുപോയ മനു തോമസ് പറഞ്ഞ പിഴവ് ചെറിയ പിഴവാണോ ശ്രീ M പ്രകാശൻ? പ്രിൻസിപ്പലിന്റെ മുഖത്തടിക്കുന്നത് ചെറിയ പിഴവാണോ ശ്രീ M പ്രകാശൻ? ആരോ പറഞ്ഞിപ്പോ PSC അംഗത്വത്തിന് കോഴവാകുന്ന ചെറിയ പിഴവാണോ ശ്രീ M പ്രകാശൻ? ഒരു കുട്ടിയുടെ, ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രിൻസിപ്പൽ ഒരു കുട്ടിയുടെ പല്ലടിച്ച് കൊടുക്കുന്നത് ശരിയാണോ? എവിടെ പല്ലടിച്ചു? എവിടെ പല്ലടിച്ചു കൊടുത്തു? പ്രിൻസിപ്പൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഫോട്ടോ ഒക്കെ വന്നല്ലോ, അതിന് ഫോട്ടോ ഉൾപ്പെടെ വന്നല്ലോ, വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് SFI-ക്കാരുടെ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഒറ്റ കാര്യം കാണാൻ താല്പര്യമുള്ളൂ. ഈ ദോഷൈക ദൃക്ക് എന്ന് പറഞ്ഞ പോലെ അതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ എന്താണ് ഉള്ളത് അതേ കാണൂ നിങ്ങൾ, മറ്റൊന്നും നിങ്ങൾ കാണുന്നില്ല. കാണുന്നവന്റെ കാഴ്ചയിലാണ് പ്രശ്നം. ആ കാഴ്ച മോശമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവി. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? മാധ്യമങ്ങളുടെ പരിലാളകൾ ഏറ്റുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് ജിൻഡോ? സ്മൃതി, ഞാൻ ഇത്രയും നേരം ഈ ചർച്ചയ്ക്ക് വന്നതും ചർച്ച തുടങ്ങി ഇത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് CPM-ന്റെ ഭാഗത്തുനിന്ന് കുറച്ച് പാളിച്ചകൾ വന്നു, അതുകൊണ്ട് അവർ നന്നായി തോറ്റു എന്ന് MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്നു. തിരുത്തലുകൾ, വേണ്ടത്ര തിരുത്തലുകൾ വരുത്തും. അപ്പൊ ആ വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ ചർച്ച എന്ന്. പിന്നെ പ്രകാശ് മാസ്റ്ററുടെ സംസാരം കേട്ടപ്പോഴാണ് മനസ്സിലായി ഇത് റിപ്പോർട്ടറെ തിരുത്താനും മനോരമയെ തിരുത്താനും മാതൃഭൂമിയെ തിരുത്താനും വേണ്ടിയിട്ടുള്ള ചർച്ചയാണെന്ന്. വല്ലാത്ത കഷ്ടമാണ്. ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ചർച്ചയ്ക്ക് വരുന്നത്. നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതല്ലേ കുറെ കൂടി ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സംസാര രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇവർ തിരുത്തണമെന്നൊന്നും നമ്മൾ നിർബന്ധിക്കുന്നില്ല, അത് അവരുടെ പൊളിറ്റിക്കൽ ചോയ്സാണ്, അവരുടെ പാർട്ടി തിരുത്തണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ദിനം പ്രതി ഇവരുടെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ തൊട്ട് താഴെ തട്ടിലുള്ളവർ വരെ ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്തോ എന്ന് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. കാരണം തോമസ് ഐസക് എന്ന് പറഞ്ഞ നേതാവാണ് ഫേസ്ബുക്കിൽ എഴുതിയത് തിരുത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന്. എങ്ങനെ ഇവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? സ്മൃതി, ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നടത്തിയ ഏതാനും ചില തിരുത്തലുകൾ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക്, അത്തരം നേതാക്കന്മാരുടെ ശൈലിയിൽ ചില തെറ്റുകളുണ്ട് എന്ന് സൂചിപ്പിച്ച കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് പറഞ്ഞു. അതൊരു തിരുത്തലിന്റെ മാതൃകയാണോ? കാപ്പ കേസിലെ പ്രതിയെ, പീഡന കേസിലെ പ്രതിയെ മാലയിട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം, കേരളത്തിലെ ആരോഗ്യമന്ത്രി അടക്കം മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു. തിരുത്തലിന്റെ മാതൃകയാണോ? പീഡന കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നു. തിരുത്തലിന്റെ മാതൃകയാണോ? മനു തോമസിനെ പോലെ പാർട്ടിയുടെ ക്യാമ്പസിൽ SFI-യുടെ സാധാരണ പ്രവർത്തകനായി തുടങ്ങി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കണ്ണൂർ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വരെ വന്നിരിക്കുന്ന മനു തോമസ് പാർട്ടിയിലേക്ക് പോകുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. അത് തിരുത്തലിന്റെ ഒരു മാതൃകയാണോ? SFI-ക്കാർ അധ്യാപകരുടെ കർണത്തടിക്കുന്നു, CIT-ക്കാർ സാധാരണ തൊഴിലാളികളുടെ കാലൊടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന തിരുത്തലിന്റെ മാതൃകയാണോ? TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പുറത്തു പോകാനുള്ള ഒളിവഴികൾ ഒരുക്കി കൊടുക്കുന്ന തിരുത്തലിന്റെ മാതൃകയാണോ? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തിരുത്തുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ആര് തിരുത്തും, എപ്പോ തിരുത്തും, എങ്ങനെ തിരുത്തുമെന്ന് ആർക്കും അറിയില്ല. എന്തുമായിക്കൊള്ളട്ടെ, കഴിഞ്ഞ ദിവസം കൂടിയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയെ അഡ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നത് അന്ന് കണ്ടത് രക്ഷാപ്രവർത്തനത്തിന്റെ മഹനീയ മാതൃകയാണ്, ഞാൻ കണ്ടതല്ലേ പറയാൻ പറ്റൂ എന്ന്. ഞാൻ ഇവരുടെ പാർട്ടിയുടെ പേര് മാർക്സിസ്റ്റ് പാർട്ടി എന്ന. കാൾ മാർക്സിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടോ? പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കാൾ മാർക്സിനെ ജീവനോടെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ ഇവരെന്തുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് മാർക്സിസ്റ്റ് എന്നിട്ട് ആളുകൾ പറഞ്ഞു കേട്ടതും പുസ്തകങ്ങളിലൂടെ വായിച്ചും മറ്റു രീതിയിൽ കിട്ടിയ അറിവുകളുടെ ബലത്തിലല്ലേ? അങ്ങനെ ഒരു അറിവുകളുടെ ബലത്തിൽ ഒരു പാർട്ടിയെ കെട്ടിപ്പടുത്തുന്ന നേതാവ് പറയാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ പറയുള്ളൂ. കണ്ടു എന്ന് പറയുന്നത് ഒരു പൊരിഞ്ഞ കള്ളമാണ്, എന്തുവായിക്കോട്ടെ. പക്ഷേ അതിനുശേഷം ഇത്രയും മാസങ്ങളായിട്ട് പത്രം വായിക്കുകയോ മാധ്യമ വാർത്തകൾ കാണാതിരിക്കുകയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന ദൃശ്യങ്ങൾ കാണാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരുപാട് കാലത്തിന് യോജിക്കാത്ത ഒരു നേതാവിനെ എന്തിനാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ശമ്പളവും കൊടുത്ത് ഈ സർവ്വ സന്നാഹങ്ങളും കൊടുത്ത് ഇങ്ങനെ വെച്ചു വാഴിക്കുന്നത്? അദ്ദേഹം മാറിയിട്ട് കാഴ്ചകൾ നന്നായിട്ടുള്ള, കാഴ്ച പരിമിതികളില്ലാത്ത ഏതെങ്കിലും നേതാവ് ആ പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് ചാർജ് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഞാൻ ചോദിക്കട്ടെ,
ഇവർ തിരുത്തുമെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആളുകളെ തിരുത്തുമെന്ന് പറയാം. ഈ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ജൈവ ബുദ്ധിജീവി എന്ന് ഒരു മന്ത്രി പറഞ്ഞത്. ഈ ജൈവ ബുദ്ധിജീവി അടക്കമുള്ള ആളുകൾക്ക് ജൈവിക ബന്ധം നഷ്ടപ്പെട്ടു, അതിന്റെ തെളിവാണ് എന്ന് യെച്ചൂരിയെ പോലുള്ള ആളുകൾ പറയുകയാണ്. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾക്ക് ജൈവബന്ധം നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? മത്സ്യം വെള്ളത്തിന് പുറത്തെത്തുമ്പോഴാണ്. അത്തരം മത്സ്യങ്ങളെ, പാർട്ടി എന്ന് പറഞ്ഞ മത്സ്യത്തെ വെള്ളത്തിന്റെ പുറത്തേക്ക് എടുത്തിട്ട് ജൈവബന്ധം നഷ്ടപ്പെടുത്തി കൊല്ലാൻ നോക്കുന്ന ചൂണ്ടക്കാരന്റെ റോളാണ് പിണറായിസ്റ്റുകൾ, പിണറായി വിജയൻ മാത്രമല്ല പിണറായിസ്റ്റുകൾ കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ ഏകാധിപതിയാണ്, അദ്ദേഹം മാത്രം തിരുത്തണം എന്നുള്ള അത്തരം രീതിയിലുള്ള ചർച്ചയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പിണറായി വിജയൻ രാജാവിന് നഗ്നതയുണ്ട് എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാതെ ആ നഗ്നതയെ കൈയടിച്ച് പാസാക്കി മുദ്രാവാക്യം വിളിച്ച് എൻഡോഴ്സ് ചെയ്യുന്ന ആളുകളും ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭാഗമാണ്, ഫാസിസ്റ്റ് നയപരിപാടികൾ നടപ്പാക്കുന്ന ആളുകളാണ്. MA ബേബിയെ പോലുള്ള ആളുകൾ ഈ ആർട്ടിക്കിൾ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ടോ ഒന്നും കാര്യമില്ലെന്നേ. ഇവരൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലം എവിടെയായിരുന്നു? ഇവരൊക്കെ കേരളത്തിലെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. ഇവർക്ക് ആർക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് മനസ്സിലായത് ഇവിടുത്തെ റേഷൻ കടകളിൽ, ഇവിടുത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ കിട്ടാതാകുമ്പോൾ ജനങ്ങൾ എതിരാകുമെന്ന് ഇവർക്ക് മനസ്സിലായത്. 8 മാസക്കാലം പെൻഷൻ ഇല്ലാതിരിക്കുമ്പോൾ ആളുകൾക്ക് കാപ്പിക്കാശ് കൊടുക്കാൻ പറ്റാത്ത, പാങ്ങില്ലാത്ത കാലഘട്ടത്തിൽ കാപ്പാ കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്നത് ജനവിരുദ്ധ നയപരിപാടിയാണെന്ന് ഇവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. ദാസനും വിജയനും ഒക്കെ ഒരാളായിട്ട് മാത്രം മാറ്റപ്പെടുമ്പോൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ സെക്രട്ടറി ആയിട്ട് തരം താഴുകയാണ്. ഇവിടെ കേരളത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിമാർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വിലയുണ്ട്. ഇന്നത് കോമഡി താരങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്ന. പക്ഷേ പാർട്ടി സെക്രട്ടറി ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് ആരെയും ഭയമില്ല, മുഖ്യമന്ത്രിയെയും ഭയക്കേണ്ട കാര്യം പാർട്ടി സെക്രട്ടറിക്കില്ല. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അല്ല സ്മൃതി, ആ പാർട്ടിക്ക് ആരെയും ഭയമില്ല, മുഖ്യമന്ത്രിയും ഭയമില്ല. പക്ഷെ ആരെ തിരുത്തണം? ഇവരിപ്പോഴും പറയുന്നു തിരുത്തൽ വരുത്തും, നയപരിപാടികൾ മാറ്റുമെന്ന്. ആരാണ് തിരുത്തേണ്ടത്? എപ്പോഴാണ് തിരുത്തേണ്ടത്? എങ്ങനെയാണ് തിരുത്തേണ്ടത്? എന്തിന്റെ പേരിലാണ് തിരുത്തേണ്ടത് എന്ന് പറയണ്ടേ? തിരുത്തും എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾ ഊഹിക്കണം, ഇന്നയാൾ തിരുത്തും, അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്താണെന്ന്. ഈ ഊഹത്തിന് അവസരം കൊടുക്കുന്നത് എന്തിനാ? ഇവരുടെ പാർട്ടി കൃത്യമായിട്ട് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന ആളുകളല്ലേ. എന്തിനാ AKG പഠന ഗവേഷണ കേന്ദ്രം എന്നും പറഞ്ഞ ഒരു ആഫീസും തുറന്നു വെച്ച് കുറെ ആളുകൾ ഇരിക്കുന്നത്? അവരൊക്കെ കൂടി ഒന്ന് തിരുത്തട്ടെ. എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയട്ടെ. പൊതുസമൂഹത്തിൽ നിന്ന് ബക്കറ്റ് പിരിവ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വളർന്നു വന്നൊരു പാർട്ടിയല്ലേ. ഈ നാട്ടിലെ ആളുകളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഇവിടെ പിണറായിയിലെ പാറപ്പുറത്ത് തുടങ്ങിയ പാർട്ടി പിണറായിയിലെ പാറപ്പുറത്ത് അവസാനിക്കാതിരിക്കണമെങ്കിൽ ഈ പാർട്ടിയിൽ തിരുത്തൽ വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താ പറയുക, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇടത് പാർട്ടികൾ കൂടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് ജയസൂര്യൻ, നിങ്ങൾക്ക് അനുകൂലമായി ഇവിടെ മണ്ണൊരുക്കിയത് ആരാണ്? കോൺഗ്രസ് ആണോ CPM ആണോ? ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് അനുകൂലമായി മണ്ണൊലുക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെ സ്മൃതി പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുത്തലിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തിരുത്തലുകൾ അംഗീകരിക്കാത്ത പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 56 ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ട് 51 ലോകരാജ്യങ്ങളും കമ്മ്യൂണിസത്തെ കുടഞ്ഞെറിഞ്ഞു കഴിഞ്ഞു. ഇനി 4-5 ഇടത്തെ ബാക്കിയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതും മുന്നോട്ട് പോകുന്നതും കൃത്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി വെച്ചിട്ട് തന്നെയാണ്. അധികാരത്തിൽ വരുന്നത് വരെ പറയും തൊഴിലാളി വർഗ സർവാധിപത്യമാണെന്ന് പറയും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പറയുന്നത് പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സർവാധിപത്യമാണ്. പാർട്ടിയുടെ തലപ്പത്തൊരാൾ ശക്തനായ ഭരണാധികാരിയായി വന്നു കഴിഞ്ഞാൽ വ്യക്തിയാണ് എല്ലാം. ഇത് നമ്മൾ ചൈനയിൽ കാണുന്നില്ലേ? ചൈനയിലെ ഷീ ജിൻപിൻ, അതുപോലെ തന്നെ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് വ്യക്തി, വ്യക്തിയാണ് പാർട്ടി എന്നൊരവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസം ലോകത്തെ 56 രാജ്യങ്ങളിലും ഭരണകൂടത്തെ കൊണ്ടുപോയിട്ടുള്ളത്. അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പിണറായി വിജയനും ഇവിടെ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരുത്തും എന്നൊന്നും പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ പാലക്കാട് പ്ലീനം കഴിഞ്ഞപ്പോൾ ജനങ്ങളിലേക്ക് പോകും, ജനങ്ങളോടൊപ്പം നിൽക്കും, ജനവികാരം മനസ്സിലാക്കും എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാക്കിയോ? ശബരിമല വിഷയം കഴിഞ്ഞപ്പോൾ തിരുത്തും എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ തിരുത്തുണ്ടായത്? അതുപോലെ തന്നെ ലോകസഭയിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ, ആലപ്പുഴ സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തിരുത്തും എന്ന് പറഞ്ഞില്ലേ? എന്ത് തിരുത്തലാണ് ഉണ്ടായത്? അപ്പോൾ തിരുത്തുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇതൊരു ജനാധിപത്യ രീതിയിൽ പോകുന്ന രാജ്യമാണ്, കേരളത്തിലേത് ജനാധിപത്യ ഭരണകൂടമാണ്. അതുകൊണ്ട് ജനങ്ങളെ ഭയമുണ്ട്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ തിരുത്തും, നാളെ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ MV ഗോവിന്ദൻ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയെ ഭയമില്ല എന്ന്. പിണറായി
പിണറായി വിജയൻ തന്നെ പറയുകയാണ്, എനിക്ക് എന്നെ ഭയമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് MV ഗോവിന്ദനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. MV ഗോവിന്ദൻ എന്ന് പറയുന്നത് പിണറായിയുടെ കയ്യിലെ കേവലം ഒരു മെഗാഫോൺ മാത്രമാണ്, അല്ലാതെ പാർട്ടി സെക്രട്ടറി ഒന്നുമല്ല. പാർട്ടി സെക്രട്ടറി പാർട്ടിയും സെക്രട്ടറിയും ഒന്നും വേറെയല്ല. അഖിലേന്ത്യാ കമ്മിറ്റിയുണ്ട്, സെൻട്രൽ കമ്മിറ്റിയുണ്ട്, പോളിറ്റ് ബ്യൂറോ ഉണ്ട്. ഈ സംസ്ഥാനത്ത് ഭരണവും ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയും കൊടുക്കുന്ന പണമില്ല എങ്കിൽ സെൻട്രൽ കമ്മിറ്റിയുമില്ല, പോളിറ്റ് ബ്യൂറോയുമില്ല. അതും അവർക്ക് വളരെ ഭംഗിയായിട്ടറിയാം. അതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റിയെ ഭയപ്പെടേണ്ടാത്ത, പോളിറ്റ് ബ്യൂറോയെ ഭയപ്പെടേണ്ടാത്ത, മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഒരു നേതാവിനെയും ഭയപ്പെടേണ്ട ഏകചക്രാധിപതിയായിട്ട് വാഴുകയാണ് പിണറായി വിജയൻ. ചൈനയിലെ പോലെ, ഉത്തര കൊറിയയിലെ പോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. താങ്കൾ ഈ പറയുന്ന പോലെ ഇവിടെ ഒരു ഏകമുഖം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും മോദി എന്നൊറ്റ മുഖമാണ്, അതുകൂടി ഓർക്കണം, പഴയ തെളിച്ചമില്ലെങ്കിലും. ഞങ്ങൾക്ക് മോദി എന്നൊരു മുഖമൊന്നല്ല. ആ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിന് കൃത്യമായ തെരഞ്ഞെടുപ്പുകളിലൂടെ കൃത്യമായ കാലയളവിൽ ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ജനാധിപത്യ പാർട്ടി തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ലോ. 75 വയസ്സ് കഴിഞ്ഞാൽ മാറുമോ? 100 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ മേധാവിത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ 100 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിൽ ബ്രാഹ്മണ സവർണ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കുന്ന ചരിത്രമല്ലേ? ആ ചരിത്രം തുടരുകയല്ല. ഇവിടെയും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ വിടില്ലല്ലോ. BJPയുടെ ചരിത്രം അതും ഇതുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അതൊന്നും താരതമ്യം ചെയ്യപ്പെടാവുന്ന വിഷയമല്ല. അവർണനും സവർണനും പറയുന്നെങ്കിൽ അത് അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് സവർണ മേധാവിത്വം ഉറപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സവർണ മേധാവിത്വ ബ്രാഹ്മണ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നിട്ട് അവർ തൊഴിലാളിയുടെ പേരിൽ ഏകാധിപത്യമാണ്. ഇവിടുത്തെ MP ആണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. അതെന്നേ ആയിക്കോട്ടെന്നേ. അങ്ങനെ പറയുന്നതിന്റെ ബ്രാഹ്മണന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാൽ ഇവർ പറയുന്ന ബ്രാഹ്മണ സർവാധിപത്യമല്ല ആ പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ബ്രാഹ്മണനോ വൈശ്യനോ ക്ഷത്രിയനോ ആര് തന്നെ ആയാലും അവർക്കെല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരെ പ്രധാനമന്ത്രി പദത്തിലും അതേപോലെ തന്നെ രാഷ്ട്രപതി പദത്തിലും എത്തിച്ച പാർട്ടിയാണ് ഞങ്ങൾ. ഇവരങ്ങനെയല്ലോ. ഇവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ മുഴുവനും ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് ഞങ്ങൾക്കല്ലോ. S. ജയസൂര്യൻ, ഞാൻ NM പിയേഴ്സണിലേക്ക് പോകുന്നു, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ NM പിയേഴ്സൺ, തോമസ് ഐസക്കിന് മനസ്സിലായത്, പ്രകാശ് കാരാട്ടിന് മനസ്സിലായത്, MA ബേബിക്ക് മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മനസ്സിലാകാത്തതാണോ, മനസ്സിലായില്ല എന്ന രൂപത്തിൽ പറയുന്നതാണോ? ഇവിടെ മുഖ്യമന്ത്രിക്കും അത് മനസ്സിലായില്ല എന്ന് വേണം സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തലിൽ ശരിയായ വിലയിരുത്തലിലേക്ക് തന്നെ അവർ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്ത് തിരുത്തലാണ് പാർട്ടി വരുത്തുന്നതാണ് താങ്കളുടെ മനസ്സിലാക്കൽ? അല്ല, പാർട്ടി തിരുത്തണമെങ്കിൽ എന്താണ് പാർട്ടിക്ക് പറ്റിയ തെറ്റ്, ആ തെറ്റ് ഇന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ആ തെറ്റ് തിരുത്തും എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരുത്തൽ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. നമ്മൾ ഈ ചർച്ചകളെല്ലാം കേട്ട സമയത്ത് എന്ത് തെറ്റാണ് പറ്റിയത് എന്ന് പാർട്ടി വ്യക്തമാക്കിയതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് പാർട്ടി കണക്കാക്കി അത് തിരുത്തും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ DA കുടിശ്ശിക കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് കണ്ടെത്തി അത് തിരുത്തും എന്ന് പറയുന്നുണ്ട്. DA കുടിശ്ശിക കൊടുക്കാത്തതിൻ്റെ പേരിലോ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിൻ്റെ പേരിലോ മാത്രമല്ലല്ലോ ജനങ്ങൾ പാർട്ടിയെ ഉപേക്ഷിക്കുന്നത്. ജനങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചുള്ള ചില കൺസെപ്റ്റുകളുണ്ട്, ചില ധാരണകളുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഇവിടെ സംസാരിച്ച കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രസക്തമാണ് എന്ന ആളുകൾക്ക് തോന്നുന്നതിൻ്റെ കാരണം മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ പാർട്ടി പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നത്. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ കൃത്യമായി ഇടതുപക്ഷ നിലപാടുകളെടുത്ത് അതേപോലെ തന്നെ താഴെത്തട്ടിലായിട്ടുള്ള ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ജയസൂര്യനെ പോലുള്ള ഒരാൾക്കിരുന്ന് സംസാരിക്കാനായിട്ട് ഒരു വേദി പോലും കേരളത്തിലുണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ പ്രകാശ് മാഷിനെ പോലെയുള്ളതായിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ എന്താണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രമെന്നും ആ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നും തിരിച്ചറിയാതെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞാൽ എന്നെങ്കിലും യുവന്മാർ രക്ഷപ്പെടുമോ? ഒരു കാലത്തും രക്ഷപ്പെടില്ല. എന്തിനാണ് ചർച്ചയ്ക്ക് വരുന്നത്? ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് രണ്ടു വട്ടം സ്വയം ചർച്ച ചെയ്യുക. ഞാൻ എന്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്ന്. ഞാൻ ചർച്ച ചെയ്താൽ
എനിക്കോ പാർട്ടിക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യം രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം വന്ന് ചർച്ചയ്ക്കിരുന്നാൽ ഇതുമാരത്തെ വർത്തമാനങ്ങൾ പറയില്ല. അല്ല, ചർച്ചയ്ക്ക് നമ്മൾ വരണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് കേട്ടോ. കാര്യങ്ങൾ കൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും അത് നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നു. എനിക്ക് അതിൽ യാതൊരു അഭിപ്രായത്തില്ല. കാരണം ഓരോ മനുഷ്യനും ഓരോ പ്രസ്ഥാനവും ഓരോ സംവിധാനം അല്ല, അവർ സംസാരിക്കട്ടെ. അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രകാശൻ മാസ്റ്റർ CPIM എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് കാര്യശേഷിയില്ലാത്ത മനുഷ്യനായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മൾ അദ്ദേഹത്തോടുള്ള എതിർപ്പായിട്ട് പ്രകടിപ്പിക്കുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ശേഷി വേണം. വെറും സൗണ്ട് ആൻഡ് ഫ്യൂറി, ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനോ ഒന്നും നേടാനായിട്ട് കഴിയില്ല. വളരെ പ്രസക്തമായിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് പറയാനായിട്ട് പറ്റാതെ പോകുന്നതിൻ്റെ പേരിലാണ് ഇവർ പരാജയപ്പെട്ടു പോകുന്നത്. അത് ഇവർ മാത്രമല്ല, ഇവരുടെ മുഴുവൻ നേതാക്കളെന്ന് പറയുന്നത് പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് ഇവരുടെ മാത്രം പ്രശ്നമല്ല, ഏത് പ്രസ്ഥാനത്തിൻ്റെയും പ്രശ്നം അതുതന്നെയാണ്. അവർ ഭരണവർഗ പാർട്ടിയായി മാറിക്കഴിയുന്ന സമയത്ത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരായിക്കഴിഞ്ഞാലും ഭരണവർഗമായി മാറിക്കഴിയുന്ന സമയത്ത് അവൻ്റെ ഭാഷ ഒന്നാണ്. ആ ഭരണവർഗ ഭാഷ എന്ന് പറയുന്നത് അധീശത്വത്തിൻ്റെ ഭാഷയാണ്. അവൻ ജനങ്ങളെ അടിമകളായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ എല്ലാം കൂടി തൂത്ത് പെറുക്കിയെടുത്ത് അവൻ്റെ മേൽ കുതിര കയറി അവനെ അടിച്ച് പൊരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള തെമ്മാടിക്കൂട്ടമാണ് ഭരണാധിവർഗം എന്ന്. അതിൻ്റെ പേര് ചിലപ്പോൾ BJP എന്നായിരിക്കാം, ചിലപ്പോൾ CPM എന്നായിരിക്കാം, ചിലപ്പോൾ കോൺഗ്രസ് എന്നായിരിക്കാം, ചിലപ്പോൾ കേരള കോൺഗ്രസ് എന്നായിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ലീഗ് എന്നാവും. ഇവന്മാരെല്ലാം ഒറ്റ ഭാഷയിൽ സംസാരിക്കുകയും ഒറ്റ ഭാഷയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരെല്ലാം ആത്യന്തികമായിട്ടുള്ള ജനങ്ങൾക്കെതിര് തന്നെയാണ്. ജനങ്ങളെ ഊറ്റുക, ജനങ്ങളെ ചൂഷണം ചെയ്യുക, ജനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഇവരുടെ കാഴ്ചപ്പാട്. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിനോട് പ്രതികരിച്ച് ജീവിക്കാൻ ഇവർക്ക് പറ്റാറില്ല. അതുകൊണ്ടാണ് തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത്. എന്ത് തെറ്റ് തിരുത്തും? അതാദ്യം പറയണം. ഇന്ന തെറ്റാണ് ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ബഹളങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്മൃതി പരുത്തക്കാട് ഇതേപോലുള്ള ചർച്ചയ്ക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യം പോലും ഉണ്ടാവില്ല. പക്ഷേ എന്താണ് അവർ ചെയ്തിരിക്കുന്നത് തെറ്റ് എന്ന് ഒരു കാരണവശാലും അവർ പറയുകയില്ല. തെറ്റ് തിരുത്തും എന്ന് പറയും. ആരെയും ഭയമില്ല എന്നൊക്കെ പറയും. വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്നത് മാത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇവർ തിരുത്തേണ്ടത്. സത്യസന്ധമായിട്ട് ജനങ്ങളോട് സംസാരിക്കാനായിട്ട് ഇവർ പഠിക്കട്ടെ. അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ടുള്ള രീതിയിൽ തിരുത്താനും അതുപോലെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇവരെന്തിനും തിരുത്തണം? ഇവർ തിരുത്തണ്ട. ഇവരിതേപോലെ തന്നെ നടന്നുകൊള്ളട്ടെ. ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് ആളുകൾ കാലുമടക്കി അടിക്കുകയും ഇവരെ പുറത്താക്കുകയും ചെയ്യും. അതിനെത്രയോ തെളിവുകളാണ് എല്ലായിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. മോദിക്ക് വരെ ഈ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള ഒരു ശിക്ഷ ജനങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ആർക്കും കൊടുക്കും. ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് ഗ്യാരണ്ടി നിൽക്കാനായിട്ട് മോദി ആരാണ് എന്ന് ജനങ്ങൾക്ക് ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം? പിണറായി വിജയൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ ആരുടെ ക്യാപ്റ്റൻ? കേരളത്തിലെ ജനങ്ങളുടെ ക്യാപ്റ്റൻ. ഇവന്മാരൊക്കെ എന്തിനാ ഇങ്ങനെ സംസാരിക്കാൻ നടക്കണമെന്ന് ചോദിക്കുന്നത്? ആരാണ് ഇവരൊക്കെ? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കളിൽ പലരും അവരുടെ തുടക്കം, അവരുടെ ജീവിതം അവരാരംഭിച്ച സമയത്ത് എന്തായിരുന്നു, ഇപ്പോൾ അവരാരാണ്, അവർക്ക് എന്ത് പണമുണ്ട്, എല്ലാ പാർട്ടിയുടെ നേതാക്കളെ നിങ്ങൾ പരിശോധിക്കുക. അവരൊക്കെ തുടങ്ങുന്ന സമയത്ത് വളരെ 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 ദരിദ്രമായിട്ടുള്ള അവസ്ഥയിൽ തുടങ്ങുകയും ഇപ്പോൾ അവരെത്തി നിൽക്കുന്ന വളരെ സമ്പന്നമായിട്ടുള്ള രീതിയിലാണ്. എങ്ങനെയാണ് ഇവർക്ക് ഈ സമ്പത്ത് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാരായിട്ട് ഇവർ മാറിത്തീരുന്നത്? ഇവരെന്താണ് അതിനു വേണ്ടി ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ ചോദിക്കുന്ന അവകാശങ്ങളാണ് ചില സമയത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ പ്രകടമാക്കുകയും അതേപോലെ തന്നെ അതുവരെ നിലനിന്നിരുന്നതായിട്ടുള്ള ഇവരുടെ ആപ്പിൾ കാർട്ട് എന്ന് പറയുന്നത് അത് അടിച്ച് തകർക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പല തിരഞ്ഞെടുപ്പുകളിലും കാണുന്നത്. എന്നിട്ട് ഇവർ തിരുത്തും എന്ന് പറഞ്ഞ് വീണ്ടും ആളുകൾ തെറ്റിക്കാൻ നടക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് തിരുത്തുക എന്നുള്ളത് പറയുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള തെറ്റ്, അത് ഞങ്ങൾ തിരുത്തും. അത് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിക്കുമെന്നാണ്. ശരി, ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ നിങ്ങളെ വിമർശിക്കുന്നവർ, നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ മുഴുവൻ ശത്രുക്കളാണ് എന്ന സമീപനം ശരിയാണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. താങ്കൾ തുടക്കത്തിലെ തന്നെ മാധ്യമങ്ങളെ, ഞങ്ങളടക്കമുള്ള മുഴുവൻ മാധ്യമങ്ങളെയും പല തവണയായി വിമർശിച്ചു. ആ വിമർശനം അവിടെ നിൽക്കട്ടെ. അത് എടുക്കേണ്ടത് എടുക്കാം, തള്ളേണ്ടത് തള്ളാം. പക്ഷേ നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുകയാണല്ലോ. നിങ്ങളിൽ തന്നെ പല നേതാക്കളും നമ്മൾക്ക് തിരുത്തേണ്ടതുണ്ട്, പുറത്തേക്ക് കാത് വെക്കേണ്ടതുണ്ട്, അകത്ത് ചർച്ച ചെയ്താൽ പോരാ എന്നൊക്കെ നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നു. അതിലപ്പുറം ബിനോയ് വിശ്വം SFIയുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അകത്ത് പറഞ്ഞാൽ മതി, എന്തിനു പുറത്തു പറഞ്ഞു എന്നുള്ള ചോദ്യമാണ് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പുറത്തു പറയണ്ടേ? ഇവിടെ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം വളരെ വ്യക്തമാണ്.
ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ CPM-ന്റെ തെറ്റുതിരുത്തൽ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. നിങ്ങൾ ആരെ അണിനിരത്തിയിരിക്കുന്നത്? 3 CPM വിരുദ്ധരെയും പിന്നെ നിങ്ങളടക്കം 4 പേരും CPM-ന് വേണ്ടിയിട്ട് പറയാൻ ഒരാൾ ഇരിക്കട്ടെ എന്നുള്ളതിലേക്കാണല്ലോ നിങ്ങൾ ഈ ചർച്ചകളെ തന്നെ കൊണ്ടുപോകുന്നത്. ആരോഗ്യകരമായിട്ടുള്ള സംവാദമാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ രണ്ട് ആളുകൾ നിർത്തിയിട്ട് വേണ്ടേ നിങ്ങൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾക്കതല്ല ആവശ്യം. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയണം. എന്ത്? CPM എന്ന് പറയുന്നത് തെറ്റുകളുടെ കൂമ്പാരമാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, തിരുത്തേണ്ട ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ഇപ്പോൾ കഴിഞ്ഞ 2020-ലും 2021-ലും അതിദയനീയമായിട്ട് കോൺഗ്രസ് തോറ്റു. ഇന്ത്യയിൽ ഏറ്റവും വലിയ രാജ്യം ഒരുപാട് കൊല്ലം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ഇന്ത്യയിൽ മിക്കവാറും സ്റ്റേറ്റുകളിൽ തോറ്റു. ചെറിയ പാർട്ടിയായി. അവരെപ്പോഴെങ്കിലും തിരുത്തതായിട്ട് നിങ്ങൾക്കറിയോ? തിരുത്തണമെന്ന് എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ട് അറിയോ? ഒരു പാർട്ടി ലോകത്തെവിടെയും രാജ്യം മുഴുവൻ സഞ്ചരിച്ചത് നടന്ന് ജനങ്ങളോട് സംസാരിച്ചത് ആ തിരുത്തലിന്റെ ഭാഗമായിട്ടല്ലേ ശ്രീ എം പ്രകാശൻ? കോൺഗ്രസിന്റെ തിരുത്തലല്ലേ കണ്ടത്? സ്മൃതി നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഇടപെടണ്ടെന്ന്. നിങ്ങൾ മറ്റു 3 പേര് സംസാരിച്ചപ്പോൾ ഇടപെടലൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊക്കെ പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ ഭരണഘടനക്കകത്ത് തന്നെ വിമർശനം സ്വയംവിമർശനം ഓരോ അംഗത്തിൻ്റെയും അധികാരമായിട്ട് അംഗീകരിക്കുന്ന ഏക പാർട്ടിയാണ്. ഇതിൽ വേറെ അങ്ങനെ ഒരു പാർട്ടിയിൽ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കോൺഗ്രസിനുണ്ടോ അങ്ങനെ ഒരു നിലപാട്? അതുപോലെ ലീഗിനുണ്ടോ അങ്ങനെ ഒരു നിലപാട്? BJP-ക്കുണ്ടോ നിലപാട്? ഇല്ലല്ലോ. അങ്ങനെ നിലപാടുള്ള ലോകത്തിലെ ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ പൊളിഞ്ഞു. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പിയേഴ്സൺ, അദ്ദേഹം ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ. NM പിയേഴ്സൺ. ഭരണാധികാരികളെല്ലാം തെമ്മാടിക്കൂട്ടം. ജവഹർലാൽ നെഹ്റുവും EMS എല്ലാം അടക്കമുള്ള ആൾ തെമ്മാടിക്കൂട്ടം. ഏക മനുഷ്യൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാൻ കഴിയുന്ന ആള് NM പിയേഴ്സൺ. പിന്നെ അദ്ദേഹം സഹചർച്ചക്കാരെങ്ങനെ വിളിക്കുന്നത് ഇവന്മാർ. എന്തൊരു ബോധ്യമാണ് അദ്ദേഹത്തിന്. കൂടെ ചർച്ച ചെയ്യുന്നത് ഞങ്ങളെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇവന്മാർ എന്ന് പറഞ്ഞാൽ ഞാനൊറ്റ കാര്യം പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ കേൾവിക്കേറി കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം തിരുത്തേണ്ട പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളും തിരുത്തേണ്ട പാർട്ടി. ശരിയല്ലാന്ന് അദ്ദേഹത്തിന് നിങ്ങൾക്ക് തോന്നിയിരുന്ന കാര്യം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി എന്തിനാണ് ആക്രമിക്കുന്നത്? മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2ാമത് ഭരണം ലഭിച്ച ഒറ്റ മുഖ്യമന്ത്രിയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാവാണ്. ഈ കേരളത്തിലെ പാർട്ടിയെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട പങ്കുവഹിച്ചയാളാണ്. നിങ്ങൾ 2 കൊല്ലക്കാലം നിരന്തരമായിട്ട് വേട്ടയാടിയിട്ട് ഇവിടെ ഈ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീറ്റ് വന്ന് കേരളത്തിൽ LDF-ന് കൂടുതൽ വോട്ടും സീറ്റും നേടി അധികാരം നേടിയ നേതാവാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് വിരുദ്ധർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, ആദ്യം തകർക്കേണ്ടത് ഇദ്ദേഹത്തെയാണ്. ഇവിടെ CPM-നെ പൊളിക്കണമെങ്കിൽ LDF-നെ പൊളിക്കണമെങ്കിൽ ഈ നേതാവിനെ പൊളിക്കണം, അല്ലാതെ വേറെ രക്ഷയില്ല. അതുകൊണ്ട് മീനായ മീനെല്ലാം മങ്കിന്റെ മേലെ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം നടക്കുന്ന തെറ്റ്, അദ്ദേഹം ഇരിക്കുന്ന തെറ്റ്, അദ്ദേഹം സംസാരിക്കുന്ന തെറ്റ്. ഞാൻ ചോദിക്കട്ടെ, 2 കൊല്ലക്കാലം ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തെറ്റ് വേട്ടയാടിയില്ലേ? ഒരു സത്യവുമില്ല എന്ന് തെളിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാധ്യമം, ഏതെങ്കിലും ഒരു പാർട്ടി ഈ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറഞ്ഞോ? ഇന്ന് കഴിഞ്ഞ 5-8 വർഷക്കാലമായിട്ട് ഒരുപാട് കേസുകൾ വെച്ച് അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. ലാവ്ലിൻ കേസ് ഉൾപ്പെടെ. ഇന്ന് ലാവ്ലിൻ കേസിൽ അദ്ദേഹം പ്രതിയല്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞോ അദ്ദേഹത്തിന്റെ മേലെ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന്? ഇവിടെ അദ്ദേഹം ആ വാക്ക് ഉച്ചരിച്ചു. ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിവ്യൂവിൽ പറയുന്ന പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്ന അഴിമതി എവിടെ നടക്കുന്ന അഴിമതിയാണ്? കേന്ദ്ര കമ്മിറ്റി. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, നിങ്ങൾക്ക് ബാധകമായതല്ലോ CPM കേന്ദ്ര കമ്മിറ്റി ആണോ? CPM-നകത്ത് ഞങ്ങൾ ഈ തെറ്റുകളെ പരിശോധിക്കുന്നവരാണ്, തെറ്റുകൾ കണ്ടെത്തുന്നവരാണ്. നിങ്ങൾ ഈ അടച്ചിട്ട മുറിയിലെ ചർച്ചയെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അടച്ചിട്ട മുറിയിൽ മാത്രം മതി ചർച്ച എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാർട്ടി ജനങ്ങളുടേതാണോ അല്ലയോ? പാർട്ടി ജനങ്ങളുടേതാണോ അല്ലയോ? അല്ല, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് സ്മൃതിയും അതുപോലെ തന്നെ ഈ പറയുന്ന ജയസൂര്യനും ആളുകളാണെന്നാണ്. താങ്കൾ എന്തിനാണ് ഈ വ്യക്തിപരമായി ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നത്? ശ്രീ എം പ്രകാശൻ, പാർട്ടി എന്നാൽ ജനം കൂടിയാണല്ലോ. പാർട്ടി സഖാക്കൾ എന്ന് പറയുന്നത് ജനമാണല്ലോ, നിങ്ങളെ വിശ്വസിക്കുന്നവരാണല്ലോ. നിങ്ങളുടെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണല്ലോ. ആ തൊഴിലാളികൾക്ക് ഇത്തവണ അത് ബോധ്യമായില്ലെന്നേ. ഞങ്ങൾക്ക് ഒരു കാര്യം നല്ലപോലെ ബോധ്യമുണ്ട്. തൊഴിലാളി വർഗത്തെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അതിനാവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ ഈ പാർട്ടിക്കറിയാം. ഞങ്ങൾ എതിർക്കുന്ന പക്ഷത്താണ് നിങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൂടി ഞങ്ങൾ ജനങ്ങളോട് പറയല്ലോ. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങളുടെ ചുമതലയാണ്. ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുടെ പാർട്ടി. അതെങ്ങനെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്? ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ ശ്രീ എം പ്രകാശൻ? ജനങ്ങൾക്ക് ജനങ്ങളെ ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നൊന്ന് പറയാമോ? ഞങ്ങൾ ജനങ്ങളെ മാധ്യമങ്ങളിലൂടെയല്ല. ശരി, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്നത്?
ആ ജനങ്ങളുടെ അതിവിപുലമായ യോഗങ്ങൾ വിളിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. പിന്നെ എങ്ങനെയാ? റിപ്പോർട്ടിലൂടെയാണോ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക? മാതൃഭൂമിയിലും മനോരമയിലൂടെയാണ് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ട് എന്താണ് ശ്രീ എം പ്രകാശൻ? നിങ്ങൾ തോറ്റു എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ തോറ്റു എന്ന് നിങ്ങൾ വിലയിരുത്തിയെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ എന്താണ് ആ വിലയിരുത്തൽ കണ്ടെത്തിയത് എന്നൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചുകൂടെ ശ്രീ എം പ്രകാശൻ? ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി കമ്മ്യൂണിക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ ഘടകങ്ങളിൽ ഏതൊക്കെ തലത്തിൽ അത് ബാധിച്ചിരിക്കുന്നു? അഴിമതി എന്ന് പറയുന്നുണ്ട്. അഴിമതി ഏതൊക്കെ തലത്തിൽ ബാധിച്ചു ശ്രീ എം പ്രകാശൻ? അടിമുടി ധാർഷ്ട്യം എന്ന് പറയുമ്പോൾ അടിയിൽ നിന്ന് മുടിയിലേക്ക് എത്തുമ്പോൾ എവിടെയാണ് ആ മുടിയിൽ നിൽക്കുന്ന ധാർഷ്ട്യം? ആരുടേതാണ്? ഇവിടെ പകൽ പോലെ വെളിച്ചത്ത് നിൽക്കുന്ന ധാർഷ്ട്യം ആരുടേതാണ്? അപ്പോൾ താങ്കളുടെ ഭാഷ എത്രത്തോളം ധാർഷ്ട്യമില്ലാത്ത ഭാഷയാണ്? അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഞങ്ങളാകെ ധാർഷ്ട്യമുള്ളവരും അതുപോലെ തന്നെ കോൺഗ്രസ്, BJP, ലീഗ് അവരെല്ലാം ഒരു ധാർഷ്ട്യവുമില്ലാത്ത വലിയ വിനയാന്വിതരായിട്ടുള്ള, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിനീതരായിട്ടുള്ള, ഒരു തെറ്റുമില്ലാത്ത ആളുകൾ മറ്റു പാർട്ടിക്കാരെല്ലാം. ഞങ്ങൾ എല്ലാ ദിവസവും ചർച്ചയിൽ ഞങ്ങളുടെ തെറ്റെ പറ്റിയാണല്ലോ പറയുന്നത്. ഞങ്ങളെ മെച്ചപ്പെടുത്താൻ എന്തൊരു ഉത്കണ്ഠയാണ് നിങ്ങൾക്ക്? ഇവിടെ ഇതെല്ലാം കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ അജണ്ട CPM-നെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനുമാണ്. ഞങ്ങൾ തെറ്റുകൾ തിരുത്താനല്ല. ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും കേൾക്കും. അപ്പോൾ ഞങ്ങൾക്ക് തെറ്റേപ്പെട്ടതാണോ ബിനോയ് വിശ്വം ശ്രീ എം പ്രകാശൻ? അല്ല, ബിനോയ് വിശ്വം ഞങ്ങളുടെ മുന്നണിക്കകത്തുള്ള പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തേണ്ടത് എങ്ങനെയാണ് സംഘടനപരമായിട്ട് ഞങ്ങൾക്കറിയാം. തിരുത്തുക. അദ്ദേഹം ഒരു തെറ്റായ കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എന്റെ വായിൽ ആ പ്രസ്താവന തിരുകണ്ട. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലല്ലോ. അതാ പറഞ്ഞത്. നിങ്ങൾ എന്റെ വായിൽ കിടന്ന് നിങ്ങളുടെ പ്രസ്താവന വെക്കരുത്. ഞാൻ പറഞ്ഞ ബിനോയ് വിശ്വം LDF-ന്റെ നേതാവാണ്. അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്താൻ പറയാനുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് വേദിയുണ്ട്. ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, അത് അത്തരം വേദികൾ ചർച്ച ചെയ്ത് തിരുത്തും. അല്ലാതെ റിപ്പോർട്ടറോട് പറഞ്ഞിട്ടാണോ ആ കാര്യം തിരുത്തുക? നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടിക്കാൻ എന്ത് വടി കിട്ടുന്നുവോ അതെല്ലാം ഉപയോഗിക്കാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങളത് ചെയ്യുന്നു. പ്രവർത്തിക്കും. അല്ല, നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഇവിടെ CPM-നെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താണ് മാധ്യമങ്ങൾക്ക് നേട്ടം? മാധ്യമങ്ങളെ പരിശോധിക്കേണ്ടത്. മാധ്യമങ്ങൾക്ക് എന്താണ് നിഷ്പക്ഷമായ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സമെന്ന് പറയുന്നത്? നിങ്ങളുടെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങൾ ആ പിഴവ് ശരിയാണ്, ഞങ്ങൾക്കിത് പറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ഉണ്ടോ? ഒരു സാഹചര്യം താങ്കൾക്ക് വിശദീകരിക്കാമോ? ഇതാ ഞങ്ങളുടെ പിഴവ്, ഇത് ഞങ്ങളുടെ പിഴവാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞു ഞങ്ങൾ പുറകോട്ടേക്ക് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് രാഷ്ട്രീയവും ഭരണകരവും സംഘടനാപരവുമായിട്ട് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ തിരുത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതെങ്കിലും പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഭരണപരമായ പിഴവുകൾ എന്ന് പറയുമ്പോൾ മന്ത്രിസഭയിൽ ആർക്കും കുഴപ്പമില്ല, എല്ലാവരും നല്ല മിടുക്കരായ മന്ത്രിയാണ്, മന്ത്രിസഭയിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഭരണപരമായ പോരായ്മ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ പോരായ്മ നിങ്ങൾ ആരാ പറഞ്ഞത്? മന്ത്രിമാരുടെ പ്രവർത്തനത്തിലൊന്നും ഒരു പിഴവുമില്ല എന്നാണ്. 20% വരുന്ന CPM-ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം. ഏറ്റവും ആധികാരികമായിട്ട് കാര്യം പറയേണ്ട ആൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു മന്ത്രിയെ സംബന്ധിച്ചും ഒരു പിഴവുമില്ല, കഴിവുള്ളവരാണ്, അവരാരെയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പേര് ചെയ്യേണ്ട കാര്യം ഇവിടെ UDF ഭരിക്കുന്ന സമയത്ത് ഇവിടെ UDF ഭരിക്കുമ്പോൾ UDF-ന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാ മാധ്യമങ്ങളും തഴുകിയാണോ സംസാരിക്കാറ്? നിങ്ങൾക്ക് 10 വർഷമായതുകൊണ്ട് ഓർമ്മ കാണില്ല, തുടർഭരണം കിട്ടിയതുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ എനിക്കങ്ങനെ നിങ്ങൾ പോലെ ഓർമ്മക്കുറവ് വന്നിട്ടില്ല. അന്നും ചർച്ചയിൽ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞാനെതിരല്ല, പക്ഷേ തെറ്റുകൾ ഏകപക്ഷീയമായി ചൂണ്ടിക്കാട്ടുന്നത് ശരിയാണോ പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 4 പേർ നടത്തുന്ന ഒരു ചർച്ചയിൽ ഒരു CPM-കാരനെയും 3 CPM വിരുദ്ധരെയും പങ്കെടുപ്പിക്കുന്നത് ന്യായമാണോ? നിങ്ങൾ പരിശോധിക്കണം. തെറ്റുകളുടെ ഏക പാർട്ടി CPM ആണ്, അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഇത്രേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ.
ഇനി പ്രതിപക്ഷത്തുള്ള കാലത്ത് നിങ്ങൾ ഞങ്ങളെ തലോടുകയായിരുന്നോ? ഞങ്ങൾക്ക് വിമർശനമായിരുന്നില്ലേ മുഖ്യമായിട്ട് ജോലി? അതുകൊണ്ട് ഇത് ന്യായമല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഒരു തെറ്റും പറ്റാത്തവരാണ്, ജനങ്ങളിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കാത്തവരാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് തെറ്റുണ്ടാവുന്നുണ്ട്, തെറ്റുകൾ നിങ്ങൾ പരിശോധിക്കും, ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ട് ജനങ്ങളോട് ഏറ്റുപറയും, അവരോട് മാപ്പ് ചോദിക്കും, തിരുത്തേണ്ട കാര്യം തിരുത്തും. അതിനെല്ലാം ആർജവുള്ള പാർട്ടിയാണ് CPI. പക്ഷേ ഞങ്ങൾ മാത്രം തെറ്റുകാരി. ഒരു തെറ്റും കോൺഗ്രസിനില്ല, ഒരു തെറ്റും BJPക്കില്ല, ഒരു തെറ്റും ലീഗിനില്ല. CPM ശരിയായാൽ എല്ലാം ശരിയാവും. ഇല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എത്ര ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു ശ്രീ എം പ്രകാശൻ? താങ്കൾ തന്നെ എത്ര ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നില്ല എന്നാണോ? കഴിഞ്ഞ ദിവസം കൂടി കൂടോത്രം ചർച്ച ചെയ്തു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനകത്തെ അപജയങ്ങളും ആ നിലയ്ക്ക് ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കെ സുധാകരന്റെ വായിൽ നിന്ന് വരുന്ന മൊഴികൾ ചില ദിവസങ്ങളിൽ ചർച്ചയായിട്ടില്ലേ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ഒരു 6 മാസക്കാലം നടത്തിയിട്ടുള്ള ചർച്ചയുടെ പെർസെന്റേജ് അതുണ്ടാകില്ല ശ്രീ എം പ്രകാശൻ. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ വിമർശിക്കുക, അങ്ങനെ കണക്ക് നോക്കി ഇതാ ഇവിടെ 5 എണ്ണം എന്നാ ഇപ്പുറത്തും 5 എന്ന കണക്കിലെടുത്തിട്ടല്ല വിമർശിക്കുന്നത്. ഭരണപക്ഷത്തിന് ഭരിക്കുന്നവരെ വിമർശിച്ചുകൊണ്ട് ഭരണത്തിലെ പിഴവുകൾ തിരുത്തിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അത് ചെയ്യേണ്ടതുണ്ട്. പ്രതിപക്ഷം ആ പ്രവർത്തനം നടത്തുന്നില്ല. പ്രതിപക്ഷത്തിന്റെ റോളാണ് മാധ്യമങ്ങൾ നിർവഹിക്കേണ്ടത്, അല്ലാതെ ഭരണപക്ഷത്തെ തഴുകലല്ലോ ശ്രീ എം പ്രകാശൻ. ഇവിടെ മോദിയെ അനുകൂലിച്ച് ചർച്ച നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുക ശ്രീ എം പ്രകാശൻ? ഇവിടെ മോദിയെ അനുകൂലിച്ച് ചർച്ച നടത്തിയാൽ ശ്രീ എം പ്രകാശൻ, മോദിയെ അനുകൂലിച്ച് ചർച്ച നടത്തിയാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുക? കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് ചർച്ച നടത്തിയാൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുക? കേരളത്തിൽ എങ്ങനെയാണ് കാണുക? ഒന്ന് പറയൂ. കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് ഞാൻ പറയാം, കേരളത്തിലെ ഈ സാധാരണക്കാർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയാത്തതിന്റെ മുഖ്യ ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ. കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനയും ശത്രുതാപരമായ നിലപാടും നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതൊക്കെ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, അതൊക്കെ ഞങ്ങളിവിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ സർവേയിലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ജനത്തിന് ബോധ്യമാകുന്നത്, ജനം വിശ്വസിക്കുന്നത് കേന്ദ്രത്തിന്റെ പിടുത്തം മാത്രമല്ല, ഇവിടെ എങ്ങനെ പണം ചെലവഴിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ രീതികളിലില്ല, നേതാക്കളുടെ രീതികളിലില്ല, ഭരണരീതിയിലില്ല, പ്രവർത്തനങ്ങളിലില്ല. അപ്പോൾ അത് സ്വാഭാവികമായും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയല്ല സ്മൃതി, ഇല്ലെന്ന് വരുത്താനാണ് നിങ്ങൾക്ക് താല്പര്യം. നിങ്ങളിപ്പോ നവകേരള സദസ്സ് കോടികളുടെ ചെലവാണെന്ന് പറഞ്ഞു. ചെലവില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. നവകേരള സദസ്സ് ഗുണം ചെയ്തു എന്നാണോ പാർട്ടി കണ്ടെത്തൽ? അല്ലല്ലോ, നവകേരള സദസ്സ് തിരിച്ചടിയായി എന്നാണല്ലോ വിലയിരുത്തൽ. നവകേരള സദസ്സ് തിരിച്ചടിയായെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു ശ്രീ എം പ്രകാശൻ. നിങ്ങൾ തന്നെ, പാർട്ടി തന്നെ. ആരാ വിലയിരുത്തിയത്? നവകേരള സദസ്സ് ഗുണം ചെയ്തില്ല എന്ന് പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. CPM അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടേ ഇല്ല. CPM-നോട് ഇപ്പൊ ഞാനിവിടെ പറയാനുള്ളൂ, നവകേരള സദസ്സ് ദോഷം ചെയ്തു എന്ന് ഞങ്ങൾ എവിടെയും വിലയിരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സ്വയം ഓരോന്ന് ഉണ്ടാക്കുകയാണ്. നവകേരള സദസ്സിനെ കുറിച്ച് മോശമായി ചിന്തിപ്പിക്കുന്ന നിങ്ങൾ എന്തെല്ലാം കാര്യം ചെയ്തു? യാത്ര പോകുന്നിടത്തൊക്കെ രക്ഷാപ്രവർത്തനം, അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നവകേരള സദസ്സിന് ഏറ്റവും അനുകൂലമായ ഭാഗമുണ്ടല്ലോ. ശ്രീ എം പ്രകാശൻ, നിങ്ങൾ എന്തിനാണ് ഈ നവകേരള സദസ്സ് നടത്തിയത്? കേന്ദ്ര സർക്കാർ ഇതാ നമ്മളെ പിഴിയുകയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരുന്നല്ലോ. അങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെട്ടിരുന്നത്. ആദ്യം അങ്ങനെയല്ലെങ്കിലും പിന്നീട് അതാണ് അല്ലേ? അപ്പോൾ അതെന്താണ് ജനങ്ങൾക്ക് ബോധ്യമാകാതെ പോയത് ശ്രീ എം പ്രകാശൻ? എന്താണ് അത് ബോധ്യമാകാതെ പോയത്? നിങ്ങൾ ഇത്ര മന്ത്രിമാർ മുഴുവൻ പരിവാരങ്ങളും പോയി വണ്ടി എടുത്ത് പോയി പറഞ്ഞിട്ടും എന്താണ് ബോധ്യമാകാഞ്ഞത്? ജനങ്ങൾക്ക് ബോധ്യമായില്ല. ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? അത് ശരി, ജനങ്ങൾക്ക് ബോധ്യമായില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? ബോധ്യമായ ആളല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്ത് പറയാനാണ് ശ്രീ എം പ്രകാശൻ. രാഷ്ട്രീയ പ്രശ്നം പൊതുവെ വരുമ്പോ ഇന്ത്യ ആര് ഭരിക്കണം? ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പില് നവകേരള സദസ്സ് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനല്ലോ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് ഭരിക്കണം തീരുമാനിക്കാനാണ്. ഇന്ത്യ ഭരിക്കുന്നത് ഈ പറയുന്ന BJP ആണ് എന്ന് ഭൂരിപക്ഷം ആളുകൾ, കോൺഗ്രസ് പേരിന് മുന്നണി ഭരിക്കുന്നതാണ് എന്ന് മറ്റു ഭാഗം ആളുകൾ, CPM-ന് ഭരിക്കാൻ മാത്രമുള്ള നിലയില്ല എന്ന് ഭൂരിപക്ഷം ആളുകൾ. അതല്ലേ തെരഞ്ഞെടുപ്പ്. അതല്ലാതെ നവകേരള തെറ്റാണ്. ജിൻഡോ, ഇക്കാര്യത്തിൽ പാർട്ടി കണക്കുകൾ സഹിതമാണ് നിങ്ങളെ വിമർശിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് 1.75% മാത്രമാണ്
വോട്ട് ഷെയർ കുറഞ്ഞിട്ടുള്ളത്. 33.35 ഇപ്പോഴും. 2.8 UDF കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ 2014 മുതൽ 10 വർഷത്തിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കാണ് കൂടുതൽ കുറവ് സംഭവിച്ചിരിക്കുന്നത് CPM-നെ അപേക്ഷിച്ച്. അതാണ് കണക്കുകൾ സഹിതം പാർട്ടി സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിന് അല്ല സ്മൃതി, അദ്ദേഹം പറഞ്ഞ ആ നിരീക്ഷണത്തെ, പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള നിരീക്ഷണത്തെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൃത്യമായിട്ട് അറിയാം എവിടേക്കാണ് കുറവുകൾ സംഭവിച്ചിട്ടുള്ളത്, സംഘടനാപരമായിട്ടുള്ള ബലക്ഷയം സംഭവിച്ചിട്ടുള്ളത്. അത് തിരുത്തി മുന്നേറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ പാർട്ടി ഇവരുടെ അത്രയും വലിയ ശക്തമല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇവരുടെ അത്രയും വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരോ ആ നിലപാടില്ലാത്തവരായതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇവർ പറയുന്ന സെൻസിൽ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങളെ മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ, ചർച്ചയുടെ ഭാഗമായിട്ട് ആളുകൾ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊതുജനം ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിന് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചോദിച്ചത് കോൺഗ്രസ് വലിയ തോൽവിയിലേക്ക് പോയില്ലേ, തിരുത്തിയോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് വലിയ തോൽവിയിലേക്ക് പോയി. അവിടെ നിന്ന് തിരുത്തി രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും ഇറങ്ങി നടന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചേർന്ന് നിന്ന്, മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണി എന്ന പേരിൽ നിങ്ങൾക്കുൾപ്പെടെ അഭിമാനിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് സംസാരിക്കാനുള്ള ശേഷി വന്നത്. കോൺഗ്രസ് പണി എടുത്തത് കൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിനെ വിശ്വസിച്ച് കോൺഗ്രസിനോടൊപ്പം നിന്ന ആളുകളും എല്ലാ ആളുകളുടെയും കൂട്ടായ ശ്രമഫലമായിട്ടാണ്. അതിനൊരു പ്രതീക്ഷ നൽകിയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അത് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. അല്ലാതെ പിണറായി വിജയൻ ഈ രാജ്യം മുഴുവൻ നടന്ന പ്രചരണം നടത്തിയതിന്റെ പേരിലല്ലോ ഇന്ത്യ മുന്നണി ഇത്രയും വലിയ സീറ്റ് നേടി വിജയിച്ചു വരുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ നമ്മൾ സാമാന്യ ബുദ്ധിയോടുകൂടി വേണം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ രക്ഷാപ്രവർത്തനത്തെ മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്യുന്നു. അദ്ദേഹം മുൻപ് പറഞ്ഞ അതേ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന് അത് തിരുത്താൻ മടിയുണ്ടാകുമായിരിക്കും, അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ അദ്ദേഹം തിരുത്തണമെന്ന് പറയേണ്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് അതൊരു ശരിയായ മാതൃകയാണ്, അത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു എന്ന്. എങ്കിൽ നിങ്ങൾ ജീവൻ രക്ഷാ പതക്കത്തിനോ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് ശുപാർശ ചെയ്യണം. കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഈ പ്രതികൾക്കെതിരെ, രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾക്ക് എതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത് ജീവൻ രക്ഷാ പതക്കല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? രാഷ്ട്രീയ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മനുഷ്യർ, സാധാരണ ആളുകൾ പറയുന്നത് മനസ്സിലാകാതെ വരുന്ന ആ ഗതികെട്ട സമയമില്ലേ, അതാണ് രാഷ്ട്രീയ ദുരന്തം. അതാണ് ഇന്നിപ്പോൾ കേരളത്തിൽ CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വത്തെ നിങ്ങൾ വിരട്ടുന്നു. എന്തിനാ? വിമർശിച്ചതിന്റെ പേരിൽ. നിങ്ങൾ പറയുന്നു ബിനോയ് വിശ്വത്തിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന്. A.A. റഹീം തൊട്ട് CPM-ന്റെ DYF താഴെ തട്ടിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരും വരെ സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടും അല്ലാതെയും ബിനോയ് വിശ്വത്തെ പോലെ പാർട്ടിയുടെ, നിങ്ങളുടെ ഘടകകക്ഷിയുടെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിരട്ടുന്നു. ഈ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തെറ്റ് പറ്റിയവരുടെ നിരയിൽ ബിനോയ് വിശ്വമുണ്ട്, തോമസ് ഐസക് ഉണ്ട്, MA ബേബിയുണ്ട്, G സുധാകരനുണ്ട്, കൂർലോസ് തിരുമേനിയുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യരൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തെറ്റ് പറ്റിയവരാണ്. തെറ്റ് പറ്റാത്തവരായിട്ട് നിങ്ങൾ കാണുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് താഴോട്ടുള്ള പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്ന പിണറായിസ്റ്റുകളാണ്. തുടർവർണ്ണം കിട്ടിയ മുഖ്യനെ വിമർശിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ വാദം. തുടർവർണ്ണം കിട്ടിയ മുഖ്യനെ വിമർശിക്കാത്തതിന്റെ പേരിലാണ് ബംഗാളിൽ ഈ പാർട്ടി ഉപ്പുവച്ച കലം പോലെയായത്, ത്രിപുരയിൽ ഇങ്ങനെ സംഭവിച്ചത്. ഇനിയും നിങ്ങൾ പറയുന്നു തുടർവർണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ മഹാനെ നിങ്ങൾ വിമർശിക്കാൻ പാടില്ല, കാരണഭൂതൻ എന്നുള്ള പേരിൽ തിരുവാതിര കളിച്ച് ആരാധിച്ച് പുകഴ്ത്തി പാടണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത് ബോധ്യപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരൊറ്റ കാര്യം കൂടി പൂർത്തിയാകട്ടെ. ഈ സംസ്ഥാന സെക്രട്ടറി പറയുന്നു കേരളത്തിലെ മന്ത്രിമാരൊക്കെ മിടുക്കന്മാരാണ്, അതുകൊണ്ട് മിടുക്കന്മാരാണെന്ന് പ്രകാശ് മാസ്റ്ററും പറയുന്നു. കേരളത്തിലെ മന്ത്രിമാർ മിടുക്കന്മാരാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ അത് അംഗീകരിക്കണം എന്നാണോ ഇവർ പറയുന്നത്? പാർട്ടി സെക്രട്ടറിയാണോ തീരുമാനിക്കുന്ന മന്ത്രിമാരുടെ മിടുക്കൊക്കെ? ജനങ്ങൾ കണ്ടനുഭവിച്ച് നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ? ഏതൊക്കെ മന്ത്രിമാരാണ്, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നന്മകൾ നൽകുന്നു എന്നൊക്കെ നമുക്കറിയാലോ. ആരോഗ്യമന്ത്രി തൊട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെയുള്ള മുഴുവൻ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ആളുകൾ വിലയിരുത്തിയതിന്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അല്ലാതെ ഓരോ പരിപാടിയും വിലയിരുത്താൻ പ്രത്യേക യന്ത്രങ്ങളൊന്നും നിങ്ങൾ ആവിഷ്കരിച്ചിട്ടില്ലല്ലോ. നവകേരള സദസ്സ് വിജയമാണോ പരിശോധിക്കാൻ യന്ത്രമുണ്ടോ? അല്ലെങ്കിൽ കേരളയിൽ വിജയമായിരുന്നോ എന്ന് പരിശോധിക്കാൻ ഇവിടെ വല്ല യന്ത്രമുണ്ടോ? അപ്പൊ ആ യന്ത്രങ്ങളൊന്നുമല്ല, ഈ നാട്ടുകാരുടെ മുമ്പിലുള്ള യന്ത്രം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ ചൂണ്ടുവരലാണ് ആ യന്ത്രം. അത് കൃത്യമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ജയസൂര്യൻ, നിങ്ങളാണോ ഭരിക്കുന്നതെങ്കിലും BJP ഒറ്റയ്ക്കല്ലല്ലോ ഭരിക്കുന്നത്. ഇപ്പോഴാണ് NDA സർക്കാർ എന്ന് ആവർത്തിച്ച് മോദി പറയാൻ തുടങ്ങിയത്. മോദി ഗ്യാരണ്ടി എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് മോദിക്ക് അങ്ങനെ ജയിക്കാനും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും പിഴവുകൾ പറ്റി, നിങ്ങളുടെ പിഴവുകൾ ഇന്നതാണ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പരസ്യമായിട്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ശ്രീ പ്രകാശം മാഷ് പറഞ്ഞല്ലോ, പ്രകാശം മാഷ് ഒരു വശത്തും ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എതിരായിട്ട്. ഞങ്ങളിത് എത്ര പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ സഹിക്കുക?
കേരളത്തിലെ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ BJP ഒരു വശത്തും ആങ്കർ അടക്കം ഒരു 4-5 പേര് മറുവശത്തും. ഇതായിരുന്നല്ലോ പാറ്റേൺ. ഇപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ CPM ഒരു വശത്തും ബാക്കിയുള്ളവർ മറുവശത്തും എന്ന അവസ്ഥ വന്നത്. ഈ അവസ്ഥ കൊണ്ടുവന്നതാരാ? ഈ അവസ്ഥ കൊണ്ടുവന്നത് ഇവിടെ CPM തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ എല്ലാം CPM-നെതിരാണ് എന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഏത് സംസ്ഥാനത്താണെങ്കിലും ഏത് പ്രദേശത്ത് ഏത് വിഷയത്തിലാണെങ്കിലും എന്തൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളെ പരിഹരിച്ചത് കൊണ്ടാണല്ലോ കേവലം 2 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇന്നിപ്പോൾ തുടർച്ചയായിട്ട് 10 വർഷവും കഴിഞ്ഞ് 15ാം വർഷത്തിലേക്ക് ഭരണം കടന്നു പോകുന്നത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത്, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയായി, MP-മാരുള്ള മന്ത്രിമാരുള്ള പാർട്ടിയായത്, ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും OBC-ക്കാരും BJP-യിൽ MP-മാരും MLA-മാരും മന്ത്രിമാരുമായത്. അപ്പോൾ ആ തിരുത്തലുകളെ സ്വീകരിക്കാനും തിരുത്തലുകൾ അംഗീകരിക്കാനും തിരുത്തി മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് BJP-യുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് BJP-യുടെ വളർച്ചയുടെ കാരണവും. ഇടതുപക്ഷത്ത് ഇന്ന് കേരളീയൻ വോട്ട് ചെയ്യുന്നെങ്കിൽ ദേശാഭിമാനിക്ക് വരിസംഖ്യ കൊടുക്കുന്നത് പോലെ തന്നെയാണ് മനസ്സില്ലാ മനസ്സോടെ പേടിച്ചിട്ടാണ് CPM-ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ദേശാഭിമാനിക്ക് വരിസംഖ്യ കൊടുക്കുന്നവരെല്ലാം ദേശാഭിമാനി വായിക്കുന്നുണ്ടോ? പേടിച്ചിട്ടല്ലേ വരിസംഖ്യ കൊടുക്കുന്നത് എന്ന് പറയുന്ന പോലെ CPM-ന് വോട്ട് ചെയ്തില്ലെങ്കിൽ തൊഴിലുറപ്പ് പണി കിട്ടില്ല, പേടിപ്പിക്കുകയാണ്. CPM-ന് വോട്ട് ചെയ്തില്ല എങ്കിൽ ട്രാൻസ്ഫർ അടിച്ചു കളയും, പ്രൊമോഷൻ കിട്ടുകയില്ല, പെൻഷൻ കിട്ടുകയില്ല, പേടിപ്പിക്കുകയാണ്. ആ പേടിയിൽ നിന്നുള്ള ജനാധിപത്യമാണ് ഇന്ന് CPM നയിക്കുന്നത്. ഇത് ജനാധിപത്യമല്ല. അവിടെ തിരിച്ചടിക്കാൻ അവസരം കിട്ടുന്നിടത്തൊക്കെ ജനങ്ങൾ തിരിച്ചടിക്കും. അതാണ് ഇപ്പോൾ പാർലമെന്റിൽ കണ്ടത്. ഇതുപോലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. അത് മറുവശത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ UDF-ഓ മാത്രമല്ല അതിന്റെ ഗുണമനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. വടക്കൻ കേരളങ്ങളിൽ നോക്കൂ, വടക്കൻ കേരളത്തിലെ CPM കോട്ടകളിൽ CPM-ന്റെ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒഴുകിപ്പോയത് എങ്ങോട്ടാണ്? അത് BJP-യിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാണെങ്കിൽ പാർട്ടി അവശേഷിക്കും. ഇല്ലെങ്കിൽ ത്രിപുര പോലെ ആയിരിക്കും കേരളം വരാൻ പോകുന്നത്, പശ്ചിമ ബംഗാൾ പോലെ ആയിരിക്കും കേരളം വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 56 രാജ്യങ്ങളിൽ 51 രാജ്യങ്ങളിൽ പോകുന്നു. ശ്രീ N. പിയേഴ്സൺ വേഗത്തിൽ പറയണം. ഇതിപ്പോൾ M. പ്രകാശൻ പറയുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് യോഗം വിളിച്ചുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ തിരുത്തുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കും. അതല്ലാതെ മാധ്യമ വിചാരണ വേണ്ട, മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകലല്ല ഞങ്ങളുടെ ജോലി, പക്ഷേ ജനങ്ങളോട് അത് പറയും. അതിനുള്ള മെക്കാനിസം പാർട്ടിക്കുണ്ട്. അപ്പോൾ പാർട്ടി തിരുത്തുന്നു, അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയുന്നു. അല്ല, അങ്ങനത്തെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇപ്പോഴും വീണ്ടും അവതരിപ്പിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം പാർട്ടി ഒരു കേഡർ പാർട്ടിയായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി വിളിച്ചു കൂട്ടിയാൽ പാർട്ടിയുടെ കേഡേഴ്സ് കൂടും. ആ പാർട്ടിയുടെ കേഡേഴ്സിനോടൊക്കെ പറയാം. പക്ഷേ ഒരു പൊതു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ആ കേഡേഴ്സിനെ കൂടി ബോധ്യപ്പെടുത്താനായിട്ട് കഴിയണം എന്ന് പറഞ്ഞാൽ അവർക്കും സ്വത്വബോധമുള്ളവരാണ്, മനുഷ്യരാണ്. അവർ ഇടതുപക്ഷമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഇടതുപക്ഷം ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് അവരെ മുൻപ് ഇടതുപക്ഷം പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രകാശം മാഷും പാർട്ടിയും ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്കത് ബോധ്യപ്പെടില്ല. അത് ബോധ്യപ്പെടില്ല എന്ന് പ്രകാശം മാഷിന് മനസ്സിലാവില്ല. അത് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ജയസൂര്യക്ക് ചൂണ്ടിക്കാണിച്ച പോലെ ത്രിപുരയും ബംഗാളും ഉണ്ടാകുന്ന സമയത്താണ് അത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ആദ്യകാലത്ത് ചിലപ്പോഴൊക്കെ ഇത് തിരുത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആളുകൾ നടത്തും. അത് പാർട്ടിക്കകത്തും പാർട്ടിയുടെ നേതൃത്വ നിരയിലുമൊക്കെ സംഭവിച്ചേക്കാം. കുറേ കഴിയുമ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിലാവും ഇത് തിരുത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇത് സ്വയം അങ്ങ് തിരുത്തിക്കോളും. സ്വയം തിരുത്തൽ എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലാതാകലാണ്. വിളിച്ചുകൂട്ടാൻ ആളുണ്ടാവാത്ത ഒരവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചേരും. അപ്പോൾ മാത്രമാണ് അവർക്കത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഈ ചർച്ചയിൽ എന്തിനാണ് ഈ ജിൻഡോവും അതേപോലെ ജയസൂര്യയ്ക്ക് ഇവർക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിതേപോലെയൊക്കെ തന്നെ പ്രവർത്തിക്കട്ടെ. നിങ്ങളെന്തിനാണ് അതൊക്കെ തിരുത്താനായിട്ട് നടക്കണം? അവരിങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിച്ച് ഇവരെ അങ്ങ് തീർന്നു പോയിക്കോളും. നിങ്ങളെന്തിനാണ് വിഷമിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു കാലത്ത് ഇവന്മാർ ഗുണം പിടിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചർച്ചയിൽ വന്നിരുന്നത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് അങ്ങനെ പ്രയോഗിക്കുന്നില്ല. അല്ലല്ല, എന്താണ് അതിൻ്റെ അകത്ത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ അകത്ത് എന്താണ് കുഴപ്പം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതേപോലെയുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത്. നമ്മൾ ഭംഗി വാക്കുകളുടെ പ്രശ്നമല്ല അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് അവരർഹിക്കുന്ന തരത്തിലായിട്ടുള്ള ബഹുമാനം ഉണ്ടാകുന്നത്. നാം പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്താണ്. കേന്ദ്രത്തിൽ നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിനനുസരിച്ച് ആകുന്ന സമയത്താണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഇവന്മാരെന്നവരെ വിളിക്കണം. അതാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവർ ജനങ്ങളെ കൊണ്ട് ചീത്ത പറയിക്കാനായിട്ട് പ്രാപ്തരായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരുത്താനായിട്ട് അതേ ഭാഷയിൽ തന്നെ സംസാരിക്കാനായിട്ട് പൊതുസമൂഹത്തിന് കഴിയുന്ന അന്തരീക്ഷമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ടുള്ള രീതിയിൽ സന്ദേശങ്ങൾ വഹിക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശരി, ശ്രീ എം പ്രകാശൻ താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓരോരുത്തരും സംസാരിക്കുന്നത് അവരവരുടെ നിലവാരത്തിനനുസരിച്ചായിരിക്കും, അത്രയല്ലേ സാധിക്കുള്ളൂ. അത് അദ്ദേഹം സംസാരിക്കട്ടെ. ഇവിടെ എന്തോ CPM വളരെ തകർന്നു, BJP വലിയവർക്ക് മുന്നോട്ട് പോയി, 303 നിന്ന് 240 എത്തിയത് എന്തൊരു വലിയ മുന്നേറ്റമാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള UP 32 സീറ്റ് തോറ്റു, എന്തൊരു മുന്നേറ്റമാണ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഫൈസാബാദിൽ ലക്ഷക്കണക്കിന് വോട്ടിനാണ് BJP-കാർ തോറ്റത്, വലിയ മുന്നേറ്റമാണോ? ഞാൻ ചോദിക്കട്ടെ, അത്ര വലിയ തകർച്ച ഉണ്ടായപ്പോൾ പറഞ്ഞോ BJP-കാർ ഞങ്ങൾക്ക് ഇന്ന് തകർച്ചയുണ്ടായി? ചർച്ച ചെയ്തോ നിങ്ങൾ ആരെങ്കിലും തെറ്റ് തിരുത്തുന്നുവെന്ന്? അപ്പോൾ നിങ്ങൾക്ക് ആരെയെ തെറ്റ് തിരുത്തണ്ടു? CPM തെറ്റ് തിരുത്താം, കാരണം CPM തെറ്റുകളുടെ കൂമ്പാരാണ്. ഇതെല്ലാം കൃത്യമായി നൽകി മോദിയുടെ തിരിച്ചടിയൊക്കെ എത്ര ദിവസം ചർച്ച ചെയ്തു കേട്ടില്ല. BJP-യുടെ അല്ല, BJP തിരുത്തി മോഡിയുടെ തിരിച്ചടി ചർച്ച ചെയ്യല്ലോ. ഞാൻ ചോദിക്കുന്നത് ആ പാർട്ടി ഈ കാര്യങ്ങൾ സംബന്ധിച്ച് തെറ്റ് തിരുത്തുന്നത് എങ്ങനെയാണ്? പരാജയത്തിന്റെ കാരണം എന്തെന്ന് അതിനെപ്പറ്റിയാണല്ലോ ഇവിടെ ചർച്ച. CPM തോറ്റതിനെ പറ്റിയല്ലല്ലോ ഇന്നത്തെ ചർച്ച. CPM-ന്റെ തെറ്റ് തിരുത്തൽ എന്താണെന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. BJP-യുടെ തെറ്റ് തിരുത്തൽ എന്താണ് ഈ തോറ്റതിനെ സംബന്ധിച്ച്? കോൺഗ്രസ്സുകാർ തോറ്റപ്പോൾ അവരുടെ തെറ്റ് തിരുത്തൽ എന്തായിരുന്നു? അതൊന്നും നിങ്ങൾക്ക് ചർച്ചാ വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നന്നായി തോറ്റു എന്നും പാർട്ടി തന്നെ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് എന്താണ് നിങ്ങളുടെ തിരുത്തൽ എന്ന ചോദ്യം വരുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ തിരുത്തും എന്ന്. അപ്പോൾ എന്താണ് തിരുത്തൽ എന്ന് ചോദിക്കും. ആ തിരുത്തലാണ് ചോദിച്ചത്. ശരി, തിരുത്തൽ നടപടികളെ സംബന്ധിച്ച് പാർട്ടി തന്നെ പറയല്ലോ, ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് പറയല്ലോ. നിങ്ങൾ ഇത്ര കൂലങ്കഷമായി താല്പര്യമെടുത്ത് ഞങ്ങളെ ഇങ്ങനെ തിരുത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം നിങ്ങളുടെ ഉള്ളടക്കം ഞങ്ങളെ ശരിപ്പെടുത്തലാണ്. ഇവിടെ ഇപ്പോൾ പിയേഴ്സൺ പറഞ്ഞ പോലെയാണ്, ഇല്ലാതാവരാ. അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാതെ മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് തെറ്റുണ്ടാവും, ആ തെറ്റുകളൊക്കെ പരിശോധിക്കും. ആ തെറ്റുകൾ ചില ജനങ്ങളോട് ഏറ്റുപറയും, തിരുത്താൻ വേണ്ടി തീരുമാനിക്കും. തെറ്റുകളുണ്ടായാൽ ജനങ്ങളോട് മാപ്പ് പറയും. അതെല്ലാം പറ്റുന്നൊരു പാർട്ടിയാണ് CPIM. അതിലൊന്നും നിങ്ങൾ വല്ലാതെ ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ തെറ്റുകളുടെ കൂമ്പാരമാണ് CPM എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരി, വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചു, സമയം കടന്നു കഴിഞ്ഞു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.